കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. 27 സങ്കീർത്തനം 4 വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദാവീദിന്റെ അദമ്യമായ അഭിലാഷമാണ് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. യഹോവയുടെ മനോഹരത്വം കണ്ട് ആലയത്തിൽ ദീർഘകാലം വസിക്കണമെന്നുള്ളത്. രാജകൊട്ടാരത്തെക്കാളും സിംഹാസനത്തെക്കാളും ആലയത്തെ സ്നേഹിക്കാനുള്ള കാരണം അവിടെയുള്ള ദൈവ സാന്നിധ്യമാണ്. സ്വർഗം സ്വർഗമായിരിക്കുന്നത് അവിടെ ദൈവം ഉള്ളത് കൊണ്ടാണ്. നരകം നരകമായിരിക്കുന്നത് അവിടെ ദൈവം ഇല്ലാത്തത് കൊണ്ടാണ്. അലങ്കരിക്കപ്പെട്ട ആർഭാടമായ മന്ദിരത്തിന്റെ മനോഹാരിതയല്ല, ആലയത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മനോഹാരിതയാണ് ആരാധകർ ദർശിക്കേണ്ടത്. ദൈവ സാന്നിധ്യമില്ലാത്ത മാർബിൾ കൊട്ടാരത്തെക്കാൾ ദൈവ സാന്നിധ്യമുള്ള കുടിലുകളിലാണെങ്കിലും ജനം ദൈവത്തെ ആരാധിപ്പാനിടയാകും. ആരാധനയ്ക്ക് വരുന്നവരുടെ പദവിക്കനുസരിച്ച് ആരാധന ആലയത്തിൽ മോടി പിടിപ്പിക്കുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ മനോഹരത്വം കാണുവാൻ ജീവിതം ക്രമീകരിച്ച് ആരാധകൻ വരികയാണ് വേണ്ടത്. അതിനായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാം. ദൈവം ഏവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വരുവാനും അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം കാണത്തക്ക വിധം ജീവിതം ക്രമീകരിക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ പകൽ അതിനായി ഞങ്ങളെ ഒരുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.